പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഇന്ന് രാത്രിയിലും ഉപയോഗിപ്പാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വലിയവനായ ഞങ്ങളുടെ ദൈവമേ, കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അഗാപ്പെ ബൈബിൾ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കോളേജിനെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമുള്ള ഗ്രൂപ്പായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലാലു ജേക്കബ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജി കെ ദാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 5 പാസ്റ്റർമാരെയും എല്ലാ അഡ്മിന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കുന്ന നമ്മുടെ കർത്താവെ മാത്യു പി തോമസ് പാസ്റ്ററെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പാസ്റ്റർ എടുക്കുന്ന ക്ലാസ് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവാൻ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവാത്മാവോടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിമേലും നടത്തുവാൻ കഴിവുള്ളവരായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ 7 മാസമായി കർത്താവെ ക്ലാസ് നല്ലപടിയായി നടക്കുവാൻ, അത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പാസ്റ്ററെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണേ, സഹായിക്കണേ, നീതിயின் വരങ്ങൾത്താൽ താങ്ങണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവെ, ഫേസ്ബുക്കിലും കർത്താവെ, യൂട്യൂബിലും കർത്താവെ, അതേപോലെ കർത്താവെ പലവിധ വഴികളിൽ പഠിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഇത് അനുഗ്രഹമുള്ളതായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിമേലും നടത്തണമേ. അടുത്തുള്ള ക്ലാസ്സുകളും അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവർക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ ബൈബിൾ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായി ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി വരുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സാവകാശം തന്നല്ലോ. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ബൈബിൾ ക്ലാസ്സിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ പല ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുന്നു. നമ്മളതുകൊണ്ട് പഠനത്തിലേക്ക് തന്നെ വളരെ വേഗം പ്രവേശിക്കട്ടെ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ തിയോളജിയുടെ 10ാമത്തെ ബ്രാഞ്ചായിരിക്കുന്ന എസ്കറ്റോളജി എന്ന വിഭാഗത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി. ലാസ്റ്റത്തെ 2-3 എണ്ണമൊക്കെ ചിലപ്പോൾ സ്പീഡ് കൂടിയെന്നുള്ളത് എനിക്കറിയാമെങ്കിലും മറ്റു നിർവാഹമില്ല. അപ്പൊ എസ്കറ്റോളജിയെ 2ആയിട്ട് തിരിക്കുകയാണ്. ഒന്ന് ഇൻഡിവിജ്വൽ എസ്കറ്റോളജി, മറ്റൊന്ന് ജനറൽ എസ്കറ്റോളജി. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അന്ത്യം, പൊതു അന്ത്യം, അല്ലെങ്കിൽ യുഗാന്ത്യം. വ്യക്തിയുടെ അന്ത്യത്തിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ് പഠിച്ചതാണ്. മരണം, ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമരണം. പിന്നീട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലെ അല്ലെങ്കിൽ വിശ്വവിജ്ഞാനകോശത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങൾ, ട്രാൻസ്മൈഗ്രേഷൻ തിയറി, അപ്പോൾ തന്നെ സോൾ സ്ലീപ്പ്, ദേഹി ഉറക്കം, അനിഹിലേഷൻ, മരണത്തിനപ്പുറത്തൊന്നുമില്ല, അല്ലെങ്കിൽ സമ്പൂർണ്ണ നിഗ്രഹണ തിയറി എന്ന് പറയാം. ദെൻ ഇന്റർമീഡിയറ്റ് പ്ലേസ്, ഇടയ്ക്കുള്ള ഒരു സ്ഥലം,
ലിംബസ് ഇൻഫാന്റം, ലിംബസ് പേട്രം ആൻഡ് പർഗറ്ററി അല്ലെങ്കിൽ ബസ്പുർഖാന. ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, സത്യത്തിൽ എന്താണ് ബിബ്ലിക്കൽ കോൺസെപ്റ്റ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ബിജി ജോസ് ദയവ് ചെയ്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഓക്കെ, മറ്റാരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങ് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ എന്താണ് സത്യത്തിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇടവേളയിലെ അവസ്ഥ അല്ലെങ്കിൽ ബിബ്ലിക്കൽ കോൺസെപ്റ്റ്സ്? വേദപുസ്തകത്തിന്റെ കോൺസെപ്റ്റിൽ എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പടം നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഈ പടത്തിനകത്ത് അത് എന്താണെന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പാടാണ്, എന്നാൽ അത് എളുപ്പവുമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. 28:5 വളരെ വേഗം ഒന്ന് വായിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിന്റെ അന്തർഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഈ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത് ഭൂമിയാണ്. ഭൂമിയുടെ അന്തർഭാഗമാണ് അവിടെ വരച്ചിരിക്കുന്നത്. കേന്ദ്രഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഇയ്യോബ് 28:5 അത്ര എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ അല്പശ്രദ്ധയോടെയും അല്പ സ്പീഡിലുമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന് 35-ാം വാക്യം. അതായത് നമ്മളിപ്പോൾ മരിച്ചാൽ എവിടെയാണ് പോകുന്നത്? ഒരു ക്ലിയറായ ഒരു പിക്ചർ പലരും നമുക്ക് നൽകി തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം ഒന്ന് വായിക്കൂ വേഗം. പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ എന്റെ മകന്റെ അടുക്കലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പം ഭക്തന്മാരായ വിശുദ്ധന്മാരായ പ്രിയപ്പെട്ടവർ മരിച്ചാൽ പോകുന്ന സ്ഥലത്തിന്റെ പേര് പാതാളം എന്നായിരുന്നു. ഷിയോൾ, പാതാളം. 42-ാം അധ്യായത്തിന് 38-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 42-38. എന്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. ശ്രദ്ധിക്കണേ, ഇത് ശരിക്ക് പഠിച്ചാൽ ഈ മരണത്തെക്കുറിച്ചുള്ള ഭയം മാറും. പഴയ നിയമത്തിന്റെ കോൺസെപ്റ്റ് ഒരു OT കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഓൾഡ് ടെസ്റ്റ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പാതാളത്തിലേക്ക് പോകും എന്നുള്ളതായിരുന്നു. 44-ാം അധ്യായത്തിന് 29-31 വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചോളൂ. ഞങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. ഓക്കെ, 31. ബാലനില്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. ഇങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. ഇത്രയും വാക്യങ്ങൾ വായിച്ചെടുത്തോന്ന് ഇപ്പം ജനസിസ് ഉൽപ്പത്തി പുസ്തകം 37, 35 വായിച്ചു, 42, 38 വായിച്ചു, 44-ന്റെ 20 അത്രയും വാക്യത്തിനകത്ത് ഉണ്ടായിരുന്നല്ലോ മരിച്ചാൽ ഞാൻ പാതാളത്തിലേക്കാണ് പോകുന്നത്. പാതാളത്തിൽ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ഉം 17-ന്റെ 13-ഉം കൂടെ ഒന്ന് വായിച്ചു. 2 വാക്യങ്ങളാണ്, 2 പേര് വായിക്കുക. യെസ്, 14, 13.
നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. മതി. നീ എന്നെ പാതാളത്തിൽ ഒളിപ്പിക്കുന്നു, നിന്റെ കോപം കഴിയുവോളം എന്നെ പാതാളത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. 17:13. ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട ഒരു ചിന്ത, ഇയ്യോബിനെ പോലെ ഭക്തനായ ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോഴും പാതാളത്തിലാണ് പോകുന്നത്. യാക്കോബ് മരിച്ചാലും പാതാളത്തിലാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ മുഴുവൻ മരിച്ചാൽ പോകുന്ന സ്ഥലത്തിന്റെ പേര് പാതാളം എന്നായിരുന്നു. ശ്രദ്ധിക്കൂ. ഇനി സങ്കീർത്തനങ്ങൾ 9:7 ഒന്ന് വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 9:7. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17 സോറി, ഒരു ഒന്നായി വിട്ടുപോയതാണ്. 17. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. മതി. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും എങ്ങോട്ട് പോകും? പാതാളത്തിലേക്ക് പോകും. ശ്രദ്ധിക്കണേ. അപ്പം വിശുദ്ധന്മാര് മരിച്ചാൽ പാതാളത്തിലാണ് പോകുന്നത്, ദുഷ്ടന്മാര് മരിച്ചാലും പാതാളത്തിലാണ് പോകുന്നത്. ബൈബിൾ കറക്റ്റായിട്ട് പറയുകയാണ്, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്കാണ് തിരിയുന്നത്. യാക്കോബ് പറഞ്ഞു, നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും. ഇയ്യോബ് പറഞ്ഞു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു, കോപം ഒഴിഞ്ഞു പോകുവോളം പാതാളത്തിൽ എന്നെ മറയ്ക്കുക. അപ്പൊ ദുഷ്ടന്മാരായാലും ശിഷ്ടന്മാരായാലും, ദുഷ്ടനായാലും വിശുദ്ധനായാലും മരിച്ചാൽ പാതാളത്തിലാണ് പോവുക. സങ്കീർത്തനം 86:13. എന്നോടുള്ള നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പോ പാതാളത്തിന് 2 കമ്പാർട്ട്മെന്റായി. ഒന്ന് അധമപാതാളം, മറ്റൊന്ന് മുകളിലത്തെ പാതാളം. അപ്പൊ 2 കമ്പാർട്ട്മെന്റ് ആയി കഴിഞ്ഞ പാതാളത്തിന് ഈ ഒറ്റ വാക്യത്തിൽ നിന്ന് മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ പാതാളത്തിൽ പോകുന്നു, ദുഷ്ടന്മാരും പാതാളത്തിൽ പോകുന്നു. എന്നാൽ ഇവിടെ ദാവീദ് 86:13 പറയുക, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അധമപാതാളത്തിനാണ് ലോവസ്റ്റ് ഷിയോൾ എന്ന് പറയുന്നത്. ലോവസ്റ്റ് ഷിയോൾ, അധമപാതാളം. അധമപാതാളത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിരിക്കുന്നല്ലോ. അപ്പം ലോവസ്റ്റ് ഷിയോളും ഉണ്ട്, അപ്പർ ഷിയോളും ഉണ്ട്. മുകളിലത്തെ പാതാളത്തിലാണ് മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ, ലോവസ്റ്റ് ഷിയോളിലാണ് മരിച്ചു പോകുന്ന ദുഷ്ടന്മാർ ചെന്ന് വീഴുന്ന സ്ഥലം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് ലാസറിന്റെയും ധനവാന്റെയും ആ സംഭവ കഥയിലൂടെ യേശു ക്രിസ്തു പഠിപ്പിച്ചെന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കൂ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കുക, ആ മനുഷ്യൻ മരിച്ചപ്പോൾ
ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. അബ്രഹാമിന്റെ മടിക്ക് തന്നെയാണ് പാരഡൈസ്, പറുദീസ അല്ലെങ്കിൽ അപ്പർ ഷിയോൾ എന്ന് പറയുന്നത്. മുകളിലത്തെ പാതാളം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാർട്ടിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. മുകളിലത്തെ പാതാളം അപ്പർ ഷിയോൾ, അതിനെയാണ് പാരഡൈസ്. അതിന്റെ പേര് തന്നെയാണ് അബ്രഹാമിന്റെ മടി. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മുകളിലത്തെ പാതാളമാണ്. അപ്പൊ ലാസർ മരിച്ചു. ലാസറിന്റെ മുകളിലത്തെ പാതാളത്തിൽ അബ്രഹാമിന്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇനി അടുത്ത വായിച്ചേ. ഭൂമിയിൽ നിന്ന് അത് തന്നെയാണോ പാസ്റ്റർ വായിക്കാറുള്ളത്? ഇല്ല, ഞാൻ വായിച്ചതിന്റെ ബാക്കി വായിച്ചു വന്നതിന്റെ ബാക്കി ലൂക്കോസ് 16 ബാക്കി 19 വായിച്ചു നിർത്തിയതിന്റെ ബാക്കി. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മതി, നിർത്തണേ. ചുമ്മാ ഓടിച്ചു വായിക്കാതെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടോ? ധനവാനും മരിച്ചു, അവനെ അടക്കം ചെയ്തു. എന്നാൽ അവന്റെ ആത്മാവ് പോയ സ്ഥലം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കുന്നവരുടെ ആത്മാക്കൾ മുകളിലത്തെ പാതാളത്തിലേക്കാണ് പോകുന്നത്, അപ്പർ ഷിയോളിലേക്ക് പോകുന്നു. ധനവാന്റെ ആത്മാവ് പാതാളത്തിലെ സ്ഥലത്തേക്കാണ് പോയത്. അതിനെയാണ് അധമ പാതാളം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ലോവസ്റ്റ് ഷിയോൾ. ഇനിയും അടുത്ത വാക്യം വായിച്ച്. ലൂക്കോസ് മേലോട്ട് നോക്കി മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ മാപ്പിൽ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. കേന്ദ്രഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുകയാണ്. ഇറ്റ്സ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റിലാണ്, നമുക്കറിയാമല്ലോ, ലാവാ സ്റ്റേജിലാണ്. അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ ലോവസ്റ്റ് ഷിയോൾ. ഈ ജ്വാലയിൽ കിടന്ന് ഞാൻ വിഷമിക്കുകയാണ് എന്ന് ധനവാൻ പറയുന്നു ലാസർ അബ്രഹാം പിതാവിനോട്. അബ്രഹാം മുകളിലത്തെ പാതാളത്തിലുണ്ട്, ഇസഹാക്ക് മുകളിലത്തെ പാതാളത്തിലുണ്ട്, യാക്കോബുണ്ട്, സകല വിശുദ്ധന്മാരും, മോശ, ഇവരെല്ലാം മുകളിലത്തെ പാതാളത്തിലുണ്ട്. ലാസറും മരിച്ചപ്പോൾ മുകളിലത്തെ പാതാളത്തിലേക്കാണ് പോയത്. ഇവിടെ കിടന്നുകൊണ്ട് മേളിലോട്ട് നോക്കിയപ്പോൾ ലാസറിനെ കണ്ടു. അബ്രഹാം പിതാവേ, ലാസറിനെ നയിക്കണേ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത വാക്യോട് വായിച്ചേ. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, കണ്ടോ? ഞങ്ങൾക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ ഒരു വലിയ വിടവുണ്ടാക്കിയിരിക്കുന്നു. എ ഗൾഫ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. നിങ്ങൾക്കും ഞങ്ങൾക്കും നടുവിൽ ഒരു വലിയ ഗൾഫ് ഉണ്ട്, ഇടയ്ക്കൊരു പോർഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ പറ്റുകയില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റുകയില്ല. ആ പോർഷന്റെ പേരാണ് ടാർട്ടറസ് അല്ലെങ്കിൽ രണ്ടാം പാതാളം. അപ്പൊ നോക്കിയേ, ആ മാപ്പിലേക്ക് നിങ്ങൾ കാണുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ കേന്ദ്രഭാഗം മോർട്ടൺ സ്റ്റേജ് ആണ്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ലോവസ്റ്റ് ഷിയോൾ. അതിന് തൊട്ട് മേളത്തെ സ്ഥലമാണ് രണ്ടാമത്തെ പാതാളം. അതിന്റെ മുകളിലത്തെ സ്ഥലമാണ് അപ്പർ ഷിയോൾ. അതിന്റെ മുകളിൽ കാണുന്നത് ഭൂമിയുടെ പരപ്പാണ്. അവിടെ ഓരോ സ്ക്വയർ പോലെ വരച്ചിരിക്കുന്ന ഖബറുകളാണ്. മനുഷ്യനെ അടക്കുന്നു. ഭൂമിയിൽ നിന്ന് 6 അടി താത്താണ് അടക്കിയിരിക്കുന്നത്. ഭൂമിയുടെ മാപ്പാണ്. 6 അടി താഴെ മനുഷ്യ ശരീരം കൊണ്ട് സംസ്കരിക്കുന്നു.
സംസ്കരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മുകളിലത്തെ പാതാളത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി. ദുഷ്ടനാണെങ്കിൽ നേരെ പാതാളത്തിൽ യാതനയുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ജ്വാലയിൽ കിടന്ന് വിഷമിക്കുകയാണ്. ശ്രദ്ധിക്കും. ഇനിയും നിങ്ങൾ യോബ് 28-5 ഒന്ന് വായിച്ചതാ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചാൽ. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഓക്കെ, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. എന്നാൽ പുറം ഭാഗത്ത് അതേ വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് ഫലം കായ്ക്കുന്നു. അത് ഈ പടത്തിനകത്ത് ഒന്ന് മനസ്സിലാക്കാൻ എഴുതിയെന്നേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം ദയവായി ഒന്നെടുക്കും. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലെത്തി. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ താൻ തിരുവായി മൊഴിഞ്ഞ്, അല്ലെങ്കിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് 7 മൊഴികൾ. അതിലൊരു മൊഴി ഇതാണ്, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലേക്ക്. ആരോടാണ് പറഞ്ഞത്? കള്ളനോട്. വലത്തുഭാഗത്തെ കള്ളനാണോ ഇടത്തുഭാഗത്തെ കള്ളനാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമാ സഭകളൊക്കെ ചൊല്ലുമ്പോൾ വലത്തുഭാഗത്തെ കള്ളനോട് കൂടെ ഞങ്ങളും ചൊല്ലുന്നു എന്ന് അവർക്കൊരു ഉദ്ധരണിയുണ്ട്. പക്ഷേ വലത്തുഭാഗത്തെ കള്ളനാണ് രക്ഷിക്കപ്പെട്ടതെന്നും ഇടത്തുഭാഗത്തെ കള്ളൻ രക്ഷിക്കപ്പെട്ടില്ലെന്നും ബൈബിളിൽ നമുക്ക് തെളിവില്ല. ബൈബിൾ ഒറ്റ കാര്യമുണ്ട്, ദുഷ്പ്രവൃത്തികളിൽ ഒരാളെ ഇടത്തും ഒരാളെ വലത്തും തൂക്കി എന്നുണ്ട്, ക്രൂശിൽ തറച്ചു എന്നുണ്ട്. ഏത് കള്ളനാ രക്ഷ പ്രാപിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പലതും പറയാറുമുണ്ട്. ആ കൂടെ അതങ്ങ് വിട്ടാൽ മതി. എന്നാൽ ശ്രദ്ധിച്ച്, ഇവിടെ ദുഷ്പ്രവർത്തിക്കാരിൽ ഏതോ ഒരു കള്ളൻ യേശുവിനോട് പറയുക, ഗുരു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയനെയും കൂടി ഓർക്കണമേ. ഒരൊറ്റ വാക്കുകൊണ്ട് അവനോട് പറഞ്ഞ വാക്കാണ്, നീ ഇന്ന് എന്റെ കൂടെ പർദീസയിലിരിക്കും. യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലിരിക്കും എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തുവിന്റെ ആത്മാ പർദീസയിലാണ് പോയത്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, കള്ളൻ മരിച്ചു, കള്ളന്റെ ആത്മാവ് പോയത് പർദീസയിലാണ്. എന്തുകൊണ്ട്? കള്ളനല്ല പിന്നീട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അവൻ യേശുവിനെ ഏറ്റുപറഞ്ഞത് കൊണ്ട് അവനും പർദീസയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുകളിലത്തെ പാതാളം, നടുക്കത്തെ പാതാളം, താഴത്തെ പാതാളം, കേന്ദ്രഭാഗം, ഖബർ, നല്ലൊരു ഔട്ട്ലൈൻ കിട്ടി. ഇനി 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം, യൂദായുടെ 6-ാമത്തെ വാക്യം. 2 വാക്യങ്ങളാണ്. ദയവായി 2 പേരും ദൂതന്മാരെ ദൈവം അവതരിക്കാതെ അന്തതപസ്സിന്റെ ചങ്ങലയായി കാപ്പാൻ ഏൽപ്പിക്കുകയും. എല്ലാം എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. ഓക്കെ, മതിയേ. ഞാൻ ഇനിയും പേര് പറയാം. പേര് പറയാതിരുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയായിരുന്നു. ഇനി ഞാൻ പേര് പറഞ്ഞിട്ട് പേര് പറയുന്നൊരു വായിച്ചാൽ മതി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആർക്കും കേൾക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്ലീസ്. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം. ഓക്കെ, ഇപ്പോ ലാലി എസ് വായി. ഇനി അതും പറയണം. യൂദ 6. ഞങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മതി. വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് അന്ത്യന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഈ 2-ാം പാതാളം എന്ന് പറഞ്ഞ ടാറ്ററസ് എന്ന സ്ഥലത്താണ് ഈ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ അന്ത്യന്യായവിധിക്ക് വേണ്ടിയിട്ടിരിക്കുന്നത് എന്ന് തിയോളജിയന്മാർ പറയുന്നു. ശ്രദ്ധിക്കുക. അപ്പോ 3 പോർഷൻ ഞാൻ പറഞ്ഞു. മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ 1-ാം പാതാളത്തിൽ വരും.
തെറ്റ് ചെയ്ത ദൂതന്മാർ രണ്ടാം പാതാളത്തിലേക്ക് വന്നു. തെറ്റ് ചെയ്ത മനുഷ്യർ മൂന്നാമത്തെ പാതാളത്തിലേക്ക് വന്നു. ഒന്നാം പാതാളത്തിന് മറ്റൊരു പേരാണ് അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസ. ശാന്തിപോൾ പ്ലീസ്, നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിൽ വർത്താനം പറയരുത് പ്ലീസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യേ, അൺമ്യൂട്ട് ചെയ്തിട്ട് വെച്ച് നിങ്ങൾ വർത്താനം പറയാതെ അവിടെ നിന്ന്. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ബാക്കിയുള്ളവർക്ക്. ലാലിയസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, മേരി തങ്കച്ചിനൊന്ന് മ്യൂട്ട് ചെയ്യേ, ഞാൻ പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി പ്ലീസ്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കുക. മറ്റാർക്കൊന്നും കേൾക്കത്തില്ല നിങ്ങളിങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാല്. നിങ്ങൾ അറിയുന്നില്ലായിരിക്കും, അത് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് വീട്ടിലെ ഓരോ ശബ്ദങ്ങൾ, വീട്ടിലെ സംസാരങ്ങൾ അതിനകത്തൂടെ കയറി വരുന്ന. ദയവ് ചെയ്ത് ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു ക്ലാസ് കൂടെ അല്ലേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഓക്കെ, 2 Pത്രോസ് 2:4 യൂദ ഇനി വായിക്കണ്ട പ്ലീസ്. ഇതാണ് മിഡിൽ ഷിയോൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ എന്തുവാ പറയുന്നത്, ഓക്കെ, വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശു ഈ പർദീസായി ചെന്നു, മുകളിലത്തെ പർദീസായി. യേശു എന്ത് ചെയ്തു എന്നറിയാമോ? അവിടുന്ന് നേരെ ഈ പർദീസായ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ഓഫ് പാരഡൈസ്. ഈ പർദീസായിൽ നിന്ന് മരിച്ചുപോയ വിശുദ്ധന്മാരെ മുഴുവൻ, അഥവാ പർദീസ, മുകളിലത്തെ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞ പർദീസായെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. യേശു ക്രിസ്തു എടുത്തുകൊണ്ട് പോയി. 27-ാം അധ്യായത്തിന് മത്തായി 27:50 മുതൽ 53 3 വാക്യങ്ങൾ ദയവായി മേരി തങ്കച്ചൻ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കണം. 53 50 മുതൽ 53 വരെ, മത്തായി 27. ഓക്കെ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് മതി. യോഹന്നാന സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 17 വരെ ഉണ്ടെങ്കിൽ എല്ലാം വായിക്കണ്ട. ബിൻസൺ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നെന്ന് അവനോട് പറക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മറിയോട് പറയുന്ന വാക്കാണ്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുത്ത് പോയിട്ടില്ല, എന്നെ തൊടരുത് എന്ന് പറഞ്ഞു. എന്നെ തൊടരുത്. എന്നാൽ അടുത്ത പാരഗ്രാഫിലുണ്ട്, യേശു പറഞ്ഞു, എന്നെ തൊട്ടു നോക്കൂ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ നടന്ന സംഭവം എന്താണ്? സങ്കീർത്തനം 68:18 ഒരു വാക്യം അതിന് ഉപോത്ബലകമായി കിടപ്പുണ്ട്. സങ്കീർത്തനം 68:18. അമിത വായിച്ചിട്ട്, അമിത വായിക്കും. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഓക്കെ, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വാക്യങ്ങൾ അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ലാലി എസ് വായിക്കാമോ? ലാലി എസ്. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. മതി. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശയം വന്നു. ദയവായി ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. മരിച്ചു കഴിഞ്ഞപ്പോൾ മുകളിലത്തെ പാതാളത്തിലാണ് വിശുദ്ധന്മാർ പോയത്. അശുദ്ധന്മാര് പോയത് ലോവസ്റ്റ് ഷിയോളിലാണ്. ദൂതന്മാര് പോയത് ഇടയ്ക്കത്തെ ഷിയോളിലാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ മുകളിലത്തെ പാതാളത്തിൽ വന്നു. കള്ളൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മരിച്ചു. അദ്ദേഹം വന്നത് മുകളിലത്തെ പാതാളത്തിലാണ്. അവിടെ വന്നിട്ട് യേശു ഇവരെ എല്ലാം കൂടി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവരെ മുഴുവൻ പിടിച്ചോണ്ട് ഈ പർദീസായുമായി പുറത്തോട്ട് വന്നപ്പോഴായിരുന്നു മറിയ കരയുന്നത് കണ്ടത്. മറിയോട് ഞാൻ തുടരരുത്, കാരണം എൻ്റെ കൂടെ വിശുദ്ധന്മാർ മുഴുവൻ നിൽക്കുക, അത് അവക്ക് കാണത്തില്ല. എന്നീ ഇപ്പൊ തുടരരുത്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോയിട്ട് വരാം. അങ്ങനെ ബദ്ധന്മാരെ മുഴുവൻ പോയി പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നു. ശ്രദ്ധിക്കൂ, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പോയ ഒരു സ്ഥലം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, 5 സാറ വായിച്ചോളൂ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 3 വരെ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയും എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കൊണ്ട് ദൂരീകരിക്കപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം ആത്മാവിൽ എടുക്കപ്പെട്ടു പോയി. താൻ തന്റെ കാര്യം തന്നെ അവിടെ പറഞ്ഞത്. ശരീരത്തോടാണ് ശരീരം വിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു സ്ഥലത്ത് ചെന്നു. അതെവിടെ? 3-ാം സ്വർഗത്തിൽ ചെന്നു. 3-ാം സ്വർഗത്തിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ പർദീസ കണ്ടു. അവിടെ എഴുതി വെച്ചിരിക്കല്ലേ? എത്ര ക്ലിയറായ ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. ഇന്നേക്ക് 14 സംവത്സരങ്ങൾക്ക് പുറകിൽ എന്ന് പറഞ്ഞാൽ ആ കൊരിന്ത്യ ലേഖനം എഴുതുന്നതിന് 2 കൊരിന്ത്യർ എഴുതുന്നതിന് 14 വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ 3-ാം സ്വർഗത്തിൽ ചെന്നു. അവിടെ ഞാൻ പർദീസ കണ്ടു. ആർക്കും ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവർ പറയുന്നത് ഞാൻ കണ്ടു, ആ ശബ്ദം ഞാൻ കേട്ടു. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇന്ന് മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ എവിടെ പോകുന്നു എന്നുള്ളതിന് ക്ലിയറായ ഒരു പിക്ചർ നമ്മൾ മറ്റുള്ളവർ പറയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കരുത്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവിന്ന് സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അതെവിടെ? 3-ാം സ്വർഗത്തിലാണ് ആ പർദീസ ഇരിക്കുന്നത്. ചൂടെ പ്രാക്ടിക്കലായിട്ട് പറയാം, നിങ്ങൾക്കൊക്കെ പേടിയുള്ളവരാ, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. എന്റെ ആത്മാവ് ഇവിടുന്ന് നേരെ പോകുന്നത് ഹെവൻലി പാരഡൈസിലാണ്. നേരത്തെ പഴയ നിയമ വിശുദ്ധന്മാർ പോയ പാരഡൈസ് ഭൂമിക്കുള്ളിലായിരുന്നു. അതായിരുന്നു 1-ാം പാതാളം, അല്ലെങ്കിൽ 1-ാമത്തെ നമ്മൾ പറഞ്ഞ അബ്രഹാമിന്റെ മടി. അതിന്ന് അവിടെ ഇല്ല. അവിടെ നിന്ന് നേരെ ഈ പാരഡൈസിനെ യേശു ക്രിസ്തു എടുത്തോണ്ട് പോയി സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. 3-ാം സ്വർഗത്തിൽ. അവിടെ വിശുദ്ധന്മാരുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്. ഇന്ന് മൺമറഞ്ഞു പോകുന്ന വിശുദ്ധന്മാർ എല്ലാവരും ഈ പർദീസയിലേക്കാണ് പോകുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. അവരവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്ന് നമ്മുടെ സ്നേഹിതര് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയും. അവർക്ക് ഇങ്ങോട്ട് വന്നൊരു വാക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ പറഞ്ഞതിനെ കരയരുത്, ഞങ്ങൾ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ അവന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമായിരുന്നു. പക്ഷേ നമുക്കതല്ല. മനുഷ്യ ദുഃഖമുണ്ട്, ഇല്ലെന്നല്ല.
രക്തബന്ധങ്ങളുടെ മരണം നമുക്ക് ദുഃഖമാണ്, സങ്കടമാണ്, വേദനയാണ്. എന്നാൽ അവിടെ എവിടെ പോകുന്നു എന്നുള്ള അറിവാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അവർ പോകുന്നത് ഹെവൻലി പാരഡൈസിലാണ്. ദുഷ്ടന്മാർ ഇന്നും പോകുന്നത് ഒരു സംശയം കൂടെ സ്ഥലത്ത് തന്നെയാണ്. സാർ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. രണ്ടാം പാതാളത്തിന്റെ ഇതും കർത്താവ് പുനരുദ്ധാനത്തിന്റെ സമയത്ത് അതും കൊണ്ടുപോയായിരുന്നോ? ഇല്ല രണ്ടാം പാതാളം ഇല്ല ഇല്ല. ദൂതന്മാരുടെ വിധി ഇതുവരെ ആയിട്ടില്ലല്ലോ. തെറ്റ് ചെയ്ത ദൂതന്മാർ എന്ന് പറഞ്ഞാൽ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ ദൂതന്മാർ. അത് ആരാന്ന് ഞാൻ ദൂതന്മാരുടെ ശാസ്ത്രം പഠിപ്പിച്ചപ്പോ പറഞ്ഞതെന്നാണ്. അന്ന് ഈ വാക്യം പറഞ്ഞ അവരെ ടാറ്ററസിൽ കൊണ്ടിട്ടെന്നുള്ള സംഭവം പറഞ്ഞതാ. എനിവേ സാരമില്ല, ഇപ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. ആ ദൂതന്മാരുടെ വിധി ഇതുവരെ ആയിട്ടില്ല. അവർ ഈ ടാറ്റാറസിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കൂ, നമ്മൾ മരിച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം സ്വർഗീയ പർദീസ. അത് നമ്മൾ അറിയണം. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത്. മരണ വീട്ടിലൊക്കെ ചെന്ന് ചുമ്മാ മരിച്ച ആള് എനിക്ക് ഇന്നലെ വൈകിട്ട് മിനിഞ്ഞാന്ന് അവിടെ ചെന്നപ്പോൾ ഇച്ചിരി ചോറ് വിളമ്പി തന്നു, ഇതൊക്കെയാ ഇന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ. ഇതൊക്കെ നിർത്തലാക്കേണ്ട പദം പറഞ്ഞ് കളയുന്ന പരിപാടിയൊക്കെ എന്നെ നിർത്തലാക്കണം. ഈ അനുശോചനങ്ങളുടെ പ്രഹരങ്ങൾ കൊണ്ട് ഇന്ന് വചനം ആരും പഠിക്കുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നായിരുന്നു, എനിക്കെന്നേരം ഒരു കാപ്പി തന്നു. ഞാൻ ആ കാപ്പി കുടിച്ചു പോയതാ. ഇത്ര വേഗം മരിക്കുമെന്ന് ഓർത്തില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നീ ഏത് വീട്ടിൽ ചെന്നാലും കാപ്പി കിട്ടും സുഹൃത്തെ. അതല്ല പറയേണ്ടത്. മരിച്ചാൽ എവിടെ പോകുന്നു പറ. അറിയത്തില്ല പലർക്കും. അതുകൊണ്ടാ പറയാത്തെ. ഈ അനുശോചനമൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. വേദപുസ്തകം പ്രസംഗിക്ക്, ബൈബിൾ പഠിപ്പിക്ക്, വചനം ശരിക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. എവിടെയാ മരിച്ചാൽ പോകുന്നതെന്ന്. മരിച്ചാൽ പോകുന്ന സ്ഥലം സ്വർഗീയ പർദീസയാണ്. മരിച്ചാൽ പോകുന്ന അശുദ്ധന്മാർ, അല്ലെങ്കിൽ അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ പോകുന്നത് യാതനാ സ്ഥലത്തേക്കാണ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ഇതൊന്ന് എൻലാർജ് ചെയ്തൊരു പടം ഇവിടെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അത് തന്നെ ഒന്ന് എൻലാർജ് ചെയ്തെന്ന് മാത്രം. അത് പ്രത്യേകിച്ചൊന്നുമില്ല കാര്യം. അത് തന്നെ എൻലാർജ്ഡ് ഫോം. നെക്സ്റ്റ് വൺ, ഈ എൻജി കോൺസെപ്റ്റ്, പുതിയ നിയമത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന നിലയിൽ ഇത് കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തന്നെ സമയം എടുക്കും. വേണ്ട സമയം എനിക്കില്ല. ഓൾ ടെസ്റ്റ്മെന്റ് സെയിൻസ് ഉണ്ടോ, ഷിയോൾ. ദെൻ പ്ലസ് വരച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം ഉയർത്തെഴുന്നേൽപ്പാണ്. ദെൻ വിക്കറ്റ്സ് ഇന്നും മരിച്ചാൽ പോകുന്നത് ഷിയോളിലാണ്. ഹേറ്റ്സ് വിക്കറ്റ് ഉണ്ടോ, അവർ പോകുന്ന യാതനാ സ്ഥലത്താണ്. എന്നാൽ ബിലീവേഴ്സ് ആരോ ഇട്ടിരിക്കുന്നുണ്ടോ മേളിലോട്ട്, അവർ പോകുന്ന ഇൻ ഹെവൻ വിത്ത് ക്രൈസ്റ്റ്, സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ, അല്ലെങ്കിൽ സ്വർഗീയ പർദീസയിലാണ് അവർ പോകുന്നത്. ബാക്കി ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അടുത്ത ക്ലാസ് എടുത്തു കഴിഞ്ഞ് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ജനറൽ എസ്കറ്റോളജി, പൊതു അന്ത്യം. അവിടെ കൂടി ഞാൻ നിർത്തിയത്. ഇൻഡിവിജ്വൽ എസ്കറ്റോളജി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ ചോദിച്ചോളൂ, ഉത്തരം പറഞ്ഞേക്കാം. ഇതിനകത്തൂടെ ഇനി നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും നല്ല വില്ലിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ഇത് വളരെയധികം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇൻഡിവിജ്വൽ എസ്കറ്റോളജിയിൽ മരിച്ചാൽ എവിടെ നമ്മൾ പോകുന്നു, നിങ്ങൾക്കത് കിട്ടിയെന്ന് കരുതുന്നു. ഇതിനു മുമ്പ് വരെയുള്ള അതിനകത്തൂടെ നിങ്ങൾക്കത് കിട്ടിയതാണ്. ഉണ്ടോ, എത്ര ക്ലിയർ ആണ് ഈ പിക്ചർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കമോൺ, നെക്സ്റ്റ് വൺ, ജനറൽ എസ്കറ്റോളജി. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? നമ്പർ വൺ, ഇതെവിടം വരെ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീരുന്നിടം വരെ കൃത്യം 10 വരെയുള്ള സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ അതെ സ്ലൈഡിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. ഒന്ന്, സീക്രട്ട് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ എഴുതിയെടുക്കുക. നമ്പർ വൺ, ഇനി ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവാണ്. എന്താണ് ഈ രഹസ്യവരവ്? പറോസിയ എന്നൊക്കെയുള്ള ഗ്രീക്ക് പദം ഉപയോഗിക്കാറുണ്ട്. എപ്പിഫാനിയ എന്നും പറോസിയ എന്നും ഒക്കെയുള്ള വ്യത്യസ്ത പദങ്ങൾ ഗ്രീക്കിലുണ്ട്. എന്നാൽ അതിൽ പറോസിയ എന്ന് പറയുന്ന പദമാണ് യേശു ക്രിസ്തു രഹസ്യവരം ഉപയോഗിച്ചിട്ടുള്ളത്. രഹസ്യവരം. ഇനി ആ നിലയിലൊരു പഠനത്തിലേക്ക് പോകാൻ എൻ്റെ മുമ്പിൽ സമയം ഇല്ല. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ രഹസ്യവരം.
ഈ ക്ലാസ് ഇരിക്കുന്ന ആർക്കും രഹസ്യവിവരങ്ങൾ അറിയാൻ പാടില്ലാത്തവർ ഇല്ല എന്ന് കരുതുന്നു. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യം ഒന്ന് എഴുതണം. വായിക്കണ്ട. 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിനകത്ത് 52, 53, 54 വാക്യങ്ങൾ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാനതങ്ങ് പറയാൻ പോവാ. ശ്രദ്ധിച്ചോണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരമാണത്. ആ രഹസ്യവരവിൽ the priority goes to the dead persons. ഇതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മരിച്ചുപോയവർക്കാണ്. മരിച്ചുപോയവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുക. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല. കാരണം നമ്മൾ മരിച്ചില്ല. മരിക്കുന്നവർക്ക് മതിയല്ലോ ഉയർത്തെഴുന്നേൽപ്പ്. ജീവനോടെയുള്ളവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമില്ല. ജീവനോടെയുള്ളവർക്ക് നടക്കുന്നത് രൂപാന്തരമാണ്, ട്രാൻസ്ഫർമേഷൻ. നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നു. കൊരിന്ത്യർ തന്നെ എഴുതി, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. അത് യോഹന്നാൻ തോട്ടല്ല, പൊളൈൻ തോട്ടാണ്. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ തോട്ടാണ്, അല്ലെങ്കിൽ യോഹന്നാൻ എസ്കറ്റോളജി. എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യർ എഴുതിയിരിക്കുന്ന പൊളൈൻ എസ്കറ്റോളജിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു രഹസ്യവരവുണ്ട്. യോഹന്നാൻ പറഞ്ഞു ഇവിടെ കയറി വരിക. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഇവിടെ കയറി വരുവീരെന്നൊരു ശബ്ദം കേൾക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് ഇതാണ്, സീക്രട്ട് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത്തെ കാര്യം, റാപ്ചർ ഓഫ് ദി ചർച്ച്, സഭയുടെ ഉൽപ്രാവണം. രഹസ്യവരവിൽ നടക്കുന്ന സംഭവം എന്താ? പിന്നെ ജീവനോടെയുള്ള നാം രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ോ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇതിൽ ശ്രദ്ധിക്കൂ, ന്യൂട്ടന്റെ ലോ പഠിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ന്യൂട്ടന്റെ ലോ എന്താ പറയുന്നത്? എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുക. അവർ അട്രാക്ട്സ് ഇൻ ഇറ്റ്സ് സെന്റർ. സെന്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് ഏതൊരു ബോഡിയെയും അട്രാക്ട് ചെയ്യുന്നു. ന്യൂട്ടന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ ഒക്കെ നമ്മൾ പഠിക്കുന്നവരാണ്. പിന്നെ ന്യൂട്ടന്റെ അതെ ഈ ലോയും നമ്മൾ പഠിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ച് E=mc² പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ ഓരോന്ന് കണ്ടുപിടിക്കുന്ന എത്രയോ കണ്ടുപിടുത്തം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതാണ്. മൊമെന്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് എന്ന്, അല്ലെങ്കിൽ m1m2/d² എന്ന് പറയുന്നതിന്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രോഡക്റ്റ് ഓഫ് ദി മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത് സെക്കൻഡ് ലോ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ബോഡിയും മേലോട്ട് പോകുന്നില്ല, താഴോട്ടേ വരുള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, കാഹളം ധ്വനിക്കുമ്പോൾ ഭൂമിയിലേക്കുള്ള അട്രാക്ഷൻ മാറും. യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവർ, അതേ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ മുഴുവൻ ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും. ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് സഭയുടെ ഉൽപ്രാവണം. അത് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും ജീവനുള്ള വിശുദ്ധന്മാരും എല്ലാവരും മധ്യാകാശത്തിലേക്ക് പറക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വെളിപ്പാട് പുതിയ നിവിശ്വാസിക്ക് മാത്രമല്ലേ? പഴയ നിവിശ്വാസികൾക്കുണ്ടായിരുന്നു. മോശ എന്താ പറഞ്ഞത്? 77-80 പ്രതാപം, പ്രയാസവും ദുഃഖവും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒന്ന്, സീക്രട്ട് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 2, റാപ്ചർ ഓഫ് ദി ചർച്ച്, സഭയുടെ ഉൽപ്രാവണം. റാപ്ചർ എന്ന് പറഞ്ഞാൽ റാഞ്ചൽ.
നമ്മളെ റാഞ്ചിക്കൊണ്ടു പോവുകയാണ്. ചൂടെ പറഞ്ഞാൽ നമ്മൾ മേശപ്പുറത്ത് കുറച്ച് മൊട്ടുസൂചിയും അതിനോട് കൂടെ കുറെ മണൽത്തരികളും അതിനോട് കൂടെ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കുറെ പ്ലാസ്റ്റിക്കിന്റെ പീസുകളൊക്കെ മേശപ്പുറത്തിട്ടിട്ട് അതിന്റെ മേലിലേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് പിടിച്ചാൽ ഈ മൊട്ടുസൂചികളെല്ലാം മാഗ്നറ്റിലോട്ട് ചാടിപ്പിടിക്കും. അവിടെ കിടക്കുന്ന ഒരു മണൽത്തരിയും മാഗ്നറ്റെ പിടിക്കില്ല. പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസും മേളിലോട്ട് ചാടി വരികയില്ല. ഇതുപോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വന്ന് മധ്യാകാശം വരെ വരുമ്പോൾ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, വിശുദ്ധന്മാർ എല്ലാവരും നേരെ മേളിലേക്ക് പോയി മധ്യാകാശത്തിൽ യേശുവുമായി ഒരുമിച്ച് സമ്മേളിക്കും. ഓക്കെ. നമ്പർ 3, ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്, മഹാകഷ്ടകാലം. സഭ ഇവിടെ ഉൽപ്രാവണം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന കാലത്തിന്റെ പേരാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയും, മഹാകഷ്ടകാലം. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നുണ്ട്. 70 ആഴ്ചവട്ടത്തിൽ 70ാമത്തെ ആഴ്ചവട്ടമെന്ന് ദാനിയേൽ പറയുന്നുണ്ട്. ഇതെല്ലാം 7 വർഷത്തെ മഹോപദ്രവകാലത്തെ കുറിച്ച്, മഹാകഷ്ടകാലത്തെ കുറിച്ച് പറയുക. വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായത്തിന്റെ 10 വരെ, അല്ലെങ്കിൽ 18-ാം അധ്യായം മുഴുവൻ വരെ പറഞ്ഞിട്ടുള്ളത് മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ വിവരണങ്ങളാണ്. വെളിപ്പാട് 6-ന്റെ 1 മുതൽ 18-ന്റെ ലാസ്റ്റ് വരെ. അത് 7 വർഷമാണ് മഹോപദ്രവ കാലഘട്ടം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം അന്നുണ്ടാകും. ഒരു ഭീകര കാലഘട്ടം ഈ ഭൂമിക്ക് വെച്ചിരിക്കുക 7 വർഷം. ഓക്കെ. ദാനിയേൽ പ്രവാചക പുസ്തകം ഒരു നിമിഷം ഒന്ന് എടുക്കാം. ബുക്ക് ഓഫ് ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരൂ. 9-ാം അധ്യായത്തിൽ ഓക്കെ 24 മുതൽ മേരി തങ്കച്ചൻ പ്ലീസ് റീഡ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം ഞാൻ നിയമിച്ചിരിക്കുന്നു. എന്തിന്? അതിക്രമത്തെ തടസ്സം ചെയ്യുവാനും പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ബാബിലോണിൽ പ്രവാസകാലത്ത് കഴിയുമ്പോൾ ദാനിയേലിന് കൊടുത്ത വെളിപ്പാടാണ് 70 ആഴ്ചവട്ടം ഞാൻ നിയമിച്ചിരിക്കുന്നു. യെസ്, അടുത്ത വാക്ക് 25. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ച് കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭുവരെ 7 ആഴ്ചവട്ടം യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ശ്രദ്ധിക്കൂ, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 26 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ശ്രദ്ധിക്കൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി, വായിക്കണമെന്നില്ല. ആ വായനയും പിന്നെ ഡിസ്റ്റർബൻസ് ആയിട്ടേ വരത്തുള്ളൂ. ഞാനൊന്ന് പറഞ്ഞുതരാം, സമയം ഇല്ലാത്തത് കൊണ്ടാണ്. സമയമില്ല, വായിച്ച് നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നു അഭിഷിക്തന് കൽപ്പന പുറപ്പെടുന്നത് വരെ 7 ആഴ്ചവട്ടം, അതിനുശേഷം 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഈ 7
62 കൂടെ കൂട്ടിയാൽ എത്രയാവും? 7 + 62 69. 69. മൊത്തം 70 ആഴ്ചവട്ടമേ ഉള്ളൂ ലോകത്തോളം ബന്ധം. അതിൽ 69 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ആരാണ് ഈ അഭിഷിക്തൻ? ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? KJV ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് വായിക്കാൻ ഞാൻ തരികയാണ്. ദാനിയേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 26 മാത്രം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ വായിക്കൂ, ഇല്ലെങ്കിൽ വായിക്കണ്ട. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇല്ല, അപ്പൊ ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് 7 and 62 weeks completing when the Messiah shall be cut off. The Messiah shall be cut off എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന KJV-യിൽ. RSV വരുമ്പോൾ the anointed shall be cut off. അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നുള്ളതിന് മശിഹ ഛേദിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7-ഉം 62-ഉം 69 ആഴ്ചവട്ടം തികഞ്ഞപ്പോൾ മശിഹ ക്രൂശിൽ ഛേദിക്കപ്പെട്ടു. പിന്നീട് ഒരാഴ്ചയും കൂടെ ഉള്ളൂ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷം. അങ്ങനെയാണെങ്കിൽ ആ 7 വർഷം കൊണ്ട് അത് ഇവിടത്തെ കാര്യങ്ങൾ അസ്തമിക്കണം. എന്നാൽ അവിടെ യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതിലൂടെ ഇവിടെ സഭ ഉടലെടുത്തു. ഈ സഭ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ 70-ാമത്തെ ആഴ്ചവട്ടം ഈ ഉലകത്തിൽ നടക്കത്തുള്ളൂ. അതാണ് 7 വർഷം. ആ 7 വർഷമാണ് കഷ്ടകാലം, മഹാകഷ്ടകാലം, ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയും. 7 years. അപ്പോൾ നമ്മൾ 7 വർഷം മുകളിലാണ്, മധ്യാകാശത്തിലാണ്. 7 വർഷം ഈ ഭൂമിയിൽ എന്തെല്ലാം നടക്കും? നിങ്ങൾ ശാന്തമായിരുന്ന് വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ 18-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വരെ ഈ ക്ലാസ് കഴിഞ്ഞിരുന്ന് വായിക്കുക. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചിത്രം നിങ്ങൾക്ക് കിട്ടും. മഹോദരകാലം വളരെ സിമ്പിളാ പഠിക്കാൻ. 3 സീരീസേ ഉള്ളൂ. 1 7 മുദ്രകൾ, 2 7 കാഹളങ്ങൾ, 3 7 ക്രോധകലശങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഒത്തിരി പേടിക്കാനൊന്നുമില്ല, പഠിക്കാൻ ഈസിയാണ്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശം. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 6-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ മതിയാവും. ഇപ്പൊ വായിച്ച് പഠിപ്പിക്കാൻ നേരെ നിങ്ങൾ വെളിപ്പാട് പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം സാർ നിങ്ങളെ പഠിപ്പിച്ചോളൂ. 6-ാം അധ്യായത്തിൽ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര എന്ന് പറഞ്ഞത് ആന്റി ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തുവാണ്. എപ്പോഴാണ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്? ഇവിടുന്ന് സഭ ഉൽപ്രാവണം ചെയ്തതിന് ശേഷം മാത്രമേ എതിർ ക്രിസ്തു ഇവിടെ രംഗത്ത് വരത്തുള്ളൂ. അങ്ങനെ എതിർ ക്രിസ്തു രംഗത്ത് വരും 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ. 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നു മറ്റൊരു കുതിര. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണും 7 കാഹളധാരികളായ ദൂതന്മാർ. അവർ ഓരോ കാഹളം ഊതുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന കെടുതികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് 7 ക്രോധകലശങ്ങൾ. അവരവരുടെ ക്രോധകലശ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം, മഹാകഷ്ടകാലം. നമ്പർ 4, ഹ്യൂമാനിറ്റി ഡിവൈഡ്. മനുഷ്യവർഗം വിഭജിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് മനുഷ്യവർഗം വിഭജിക്കപ്പെടുന്നത്? നിങ്ങൾ നോക്കൂ. 4 ജീവികളെ നമ്മൾ കാണുന്നുണ്ട്. അത് വെളിപ്പാട് ദിവസം 4-5 അധ്യായങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരെ നമ്മൾ കാണുന്നു. 24 മൂപ്പന്മാർ, 4 ജീവികൾ, 144,000 പേരെ കാണുന്നു. 144,000 പേരെ പണ്ട് TPM-കാർ അവരാന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിപ്പോയി. അവർക്ക് മനസ്സിലായി തെറ്റാണ്.
144,000 എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ കഥയല്ല. അവർ മുഴുവൻ കാഹളധ്വനിയിൽ മേലിട്ട് പോയി. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം വ്യക്തികളാണ് ഈ 144,000. അവരാരാണ്? 7-ാം അധ്യായത്തിനകത്തുണ്ട്. ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വീതമാ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 വീതം. 144,000, 1,44,000 അവരെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അവർ ഈ ഭൂമിയിൽ സുവിശേഷം അറിയിക്കും. 2 അഭിഷിക്തന്മാർ വരുന്നു. എണ്ണിക്കൂടാത്തൊരു പുരുഷാരത്തെ കാണുന്നു. കണ്ടോ, മനുഷ്യവർഗം വിഭജിക്കപ്പെടുകയാണ്. ഹ്യൂമാനിറ്റി ഡിവൈഡഡ്. നമ്പർ 5, എൻഡ് ഓഫ് ഫോൾസ് റിലീജിയൻ. വ്യാജ മതങ്ങളുടെ അന്ത്യം. ഇത് വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിലാണ്. കാരണം ആ മഹോദരത്തിന്റെ എൻഡിലേക്ക് വരികയാണ്. ഫോൾസ് റിലീജിയൻ 17-ാം അധ്യായത്തിന്റെ 17-ാം അധ്യായം. അതാണ് വ്യാജ മതങ്ങളുടെ അന്ത്യം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മഹദിയാം ബാബിലോൺ, വേശ്യകളുടെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതാരാണ്? ഫോൾസ് റിലീജിയൻ ആണ്. 7 മലകളുടെ മേൽ ഇരിക്കുന്ന ഒരു പട്ടണത്തെ കാണിക്കുന്ന റോമ പട്ടണമാണ്. 7 മലകളുടെ പേരുകളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. കറക്റ്റ് ചരിത്രത്തിലുള്ള കാര്യമാണ്. വ്യാജ മതങ്ങളുടെ അന്ത്യം. 18-ാം അധ്യായം, എൻഡ് ഓഫ് ദി വേൾഡ് ട്രേഡ്. കണ്ടോ, വാണിജ്യ മേഖലകളുടെ അന്ത്യം. 18-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ലോകത്തിന്റെ വാണിജ്യ കേന്ദ്രം നിമിഷ നേരം കൊണ്ട് അസ്തമിച്ചു പോകുകയാണ്. അയ്യോ, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചോ? യെസ്, സംഭവിക്കും. അവിടെ ഇറാഖാണ് വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത്. ഇറാഖിന് ഇനിയൊരു വാണിജ്യ കേന്ദ്രമായി പണിയപ്പെടും. പണിയപ്പെട്ട് കഴിഞ്ഞിട്ട് ആ കേന്ദ്രം തകരും. 18-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് വൺ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടത്തെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് കുഞ്ഞാടിന്റെ കല്യാണവും കിരീടധാരണവും. എന്നാൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. എന്താണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം? ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ന്യായവിധിയുടെ സ്ഥലമല്ല, നാം ചെയ്ത പ്രവൃത്തിക്കടുത്ത പ്രതിഫലം തരുന്ന സ്ഥലമാണ്. ആർക്കാണ് കിട്ടുന്നത്? ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എവിടെയാ വെക്കുന്നത്? അത് മധ്യാകാശത്തിൽ വെക്കുന്നതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഉണ്ടോ? കർത്താവൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ് പോയില്ലേ? ജീവനോട് നമ്മൾ രൂപാന്തരപ്പെട്ടില്ലേ? നമ്മൾ മധ്യാകാശത്തിന്റെ അവിടെ എന്ത് ചെയ്യുക? അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് നമ്മുടെ പ്രതിഫലം നമ്മൾ വാങ്ങിക്കുകയാ, കിരീടങ്ങൾ വാങ്ങിക്കുകയാണ്. നമ്മൾ ചെയ്തതിന് തുല്യമായ പ്രതിഫലങ്ങൾ അവിടെ വെച്ച് നമുക്ക് കിട്ടുന്നു. അതിന്റെ പേരാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അതെവിടെയാ കിടക്കുന്നത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അത് പൗലൂസിന് കിട്ടിയ വെളിപ്പാടാണ്. നെക്സ്റ്റ് വൺ 19-ാം അധ്യായത്തിൽ വെളിപ്പാട് 19-ൽ കാണുന്ന കാഴ്ചയാണ്. 19-ാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ വലിയ പുരുഷാരത്തിന് ശബ്ദം പോലെ ഞാൻ കേട്ടു, ഹല്ലേലൂയ എന്ന് പറഞ്ഞു വന്നിട്ട് അതിന്റെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. 7-ാം വാക്യത്തിൽ എഴുതി, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. The wedding of the Lamb, crowning of the Lamb, കുഞ്ഞാടിന്റെ കിരീടധാരണം, then കുഞ്ഞാടിന്റെ കല്യാണം.
കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ അക്ഷരികമായ ഒരു കല്യാണമാണെന്ന് ആരും കരുതരുതേ പ്ലീസ്. അക്ഷരികമായ ഒരു കല്യാണമൊന്നും അല്ല നടക്കാൻ പോകുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം അത് ആത്മീയ വീക്ഷണത്തിൽ കാണുകയാണ്. സഭയും യേശുക്രിസ്തു കൂടി ഒന്നായിരിക്കുകയാണ്. കാഹളധ്വനിയെങ്കിൽ സഭ യേശുവുമായി ഒന്നിച്ച് നമ്മളതിന് പാട്ടൊക്കെ ഉണ്ട്. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നില്ലേ? അതാണ് കുഞ്ഞാടിന്റെ കല്യാണം. വേറെയും പാട്ടുണ്ട് അല്ലേ, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നിതാ കാന്തയലങ്കൃത മനോഹരി. എത്രയോ പാട്ടുകളാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞാടിന്റെ കല്യാണം. നെക്സ്റ്റ് വൺ, ആർമഗദോൻ വാർ. ശ്രദ്ധിക്കും, എന്താണ് ഈ ആർമഗദോൻ വാർ? അതായത് മഹോപദ്രവകാലത്തിന്റെ എൻഡിൽ ഈ ഭൂമിയിൽ ആർമഗദോൻ വാറിലേക്ക് വരികയാണ്. ആർമഗദോൻ വാർ, ആർമഗദോൻ യുദ്ധം. നിങ്ങൾ ശ്രദ്ധിക്കൂ, എപ്പോൾ മഹോപദ്രവത്തിന്റെ എൻഡാണ് ഞാൻ പറയുന്നത്. 7 വർഷത്തിന്റെ അവസാനം വരുമ്പോൾ, മഹോപദ്രവ കാലത്തിന്റെ അവസാനം. നിങ്ങൾ അതിന് മാത്രം ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. വെളിപ്പാട് പുസ്തകം 15-ന്റെ 16. 16 ഫാസ്റ്റേ. വെളിപ്പാട് 16-ന്റെ 16. 16 അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അവരവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ ഉണ്ടോ? ഹർമഗദോൻ എന്ന് പറയുമ്പോൾ ഹോശാഫാത്ത് താഴ്വരയാണ്. മഗധ താഴ്വര. അവിടെ യുദ്ധത്തിന് വേണ്ടി കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ്. അതിഭയങ്കരമായ യുദ്ധം, ഹർമഗദോൻ വാർ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഹർമഗദോൻ വാർ എഴുതിയിരിക്കുന്നത് അതെ 19-ന്റെ അധ്യായത്തിൽ 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. അത് വായിക്കണ്ട. ഹർമഗദോൻ വാർ. ആ ഹർമഗദോൻ വാർ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം, ഇസ്രയേലിന് പ്രതീക്ഷയില്ലാതെ തോൽവിയുടെ വക്കത്തെത്തി. അവരിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ് 11-ാമത്തേത്. ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. അത് വെളിപ്പാട് പുസ്തകം 19-11-ാമത്തെ വാക്യമാണ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. 6-ാം അധ്യായത്തിന് 1 വെള്ളക്കുതിര വന്നു. അത് ആന്റി ക്രൈസ്റ്റ് ആയിരുന്നു. 19-ാം അധ്യായം 11-ലെ വെള്ളക്കുതിര അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അതിന്മേലിരിക്കുന്നവന് വിശ്വസനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ളൊരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അത് പുതിയ നിയമസഭയാണ്, മണവാട്ടി സഭ അവനെ അനുഗമിച്ചു. നോക്കുക, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തത് ഒലിവുമലയിൽ നിന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം. ആ ഒലിവുമലയിലേക്കാണ് കാലുകുത്തുന്നത്. വിശദമായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എസ്കറ്റോളജി. എന്നാൽ സാധ്യമല്ല. അടുത്ത ഒരാഴ്ചയുടെ ക്ലാസ് ഉള്ളൂ. ആ ഒലിവുമലയിൽ കാലുകുത്തുമ്പോൾ ഒലിവുമല 2ആയിട്ട് വിളരുന്നു. സക്കറിയാ പ്രവാചക പുസ്തകം 14-ാം അധ്യായം. അവന്റെ പാദങ്ങൾ ഒലിവുമലയിൽ കുത്തും, അപ്പോൾ ഒലിവുമല 2ആയി പിളരും. അതാണ് ഹോശാഫാത്ത് താഴ്വര, മഗധ താഴ്വര.
അവിടെയാണ് ഈ മഹോപദ്രവകാലത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ റെഡിയായി നിൽക്കുന്നത്. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഓൺ ദി നെക്സ്റ്റ് വെനസ്ഡേ. അടുത്ത ബുധനാഴ്ച ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ഇത് Praise നിങ്ങൾ the Lord. പഠിക്കുക. ഓക്കെ, ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലുജി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, ബീന ജോൺ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ട് അവസാനമായി. സിസ്റ്റർ ബീന ജോൺ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കാൻ ദൈവമേ, ഞങ്ങൾ എങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒന്നും കൂടെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമേ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, പ്രിയ പാസ്റ്ററിനെ അതിനായി കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയല്ലോ കർത്താവെ. കേട്ട വചനം അതിശ്രദ്ധയോടുകൂടെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഇന്ന് പഠിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ലാലു പാസ്റ്ററിന് വേണ്ടി, ഷാജി പാസ്റ്ററിന് വേണ്ടി കർത്താവെ, ഇതിന്റെ പിന്നിൽ അനേകര് പ്രവർത്തിക്കുന്നുണ്ടല്ലോ കർത്താവെ. അവരെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഇതൊക്കെ ഞങ്ങളുടെ കർത്താവെ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ സ്വർഗത്തിലെ അപ്പ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഏറെ ഭയത്തോടെ വിറയലോടെ ഞങ്ങളുടെ പ്രവാസകാലം ആയിരിക്കാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആഗ്രഹിക്കുന്ന രീതിയിൽ അടിയങ്ങളെ ആക്കി തീർക്കണമേ. വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമേ സഹായിക്കണമേ. കർത്താവിന്റെ അയിമ്പസ്വരം കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവെ ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മോത്ത് കൊടുക്കണം സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഈ ബൈബിൾ കോളിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. Oh,